വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ നോട്ട്സ് PDF രൂപത്തിൽ ആവശ്യമുള്ളവർ ആ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണെങ്കിൽ വാട്സാപ്പായിട്ട് അയച്ചു തരുന്നതാണ്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അക്കൗണ്ടിങ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ്. പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണോ അതാണ് ഈ വർഷം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ. സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 defines partnership as the relation between persons who have agreed to share the profit of a business carried on by all or any of them acting for all. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 പ്രകാരം ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. ഇത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമാണ്. വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കലാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ത്രൂ ആൻ എഗ്രിമെന്റ്, ഒരു എഗ്രിമെന്റിലൂടെ വ്യക്തികൾ തമ്മിൽ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കലാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് ചെയ്യാമെന്നും ആ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഷെയർ ചെയ്യാമെന്നും ഉള്ള ഒരു എഗ്രിമെന്റിലൂടെ വ്യക്തികൾ തമ്മിൽ സ്ഥാപിച്ചെടുക്കുന്ന ഒരു എഗ്രിമെന്റ്, ഒരു റിലേഷൻഷിപ്പ്, അതിനെയാണ് നമ്മൾ പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ദിസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share profit of a business carried on by all or any of them acting for all. ദി പാർട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് നടത്തിക്കൊണ്ടുപോകുന്നത് ഒന്നുകിൽ എല്ലാ പാർട്ട്നേഴ്സും ചേർന്ന്, എല്ലാവരും ചേർന്നിട്ട് അതിനെ ക്യാരി ചെയ്യാം, അതിനെ നടത്തിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സിന് മാത്രമായിട്ട് നടത്തിക്കൊണ്ടുപോകാം. എല്ലാവർക്കും വേണ്ടി, എല്ലാ പാർട്ട്നേഴ്സിനും വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സിന് മാത്രം ബിസിനസ് നടത്തിക്കൊണ്ടുപോകാം. എല്ലാ പാർട്ട്നേഴ്സും ആക്റ്റീവായിട്ട് ബിസിനസ്സിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. ഇതാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ പാർട്ണർഷിപ്പ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തത്. അടുത്തത്, പേഴ്സൺസ് ഹു ഹാവ് എൻറ്റേർഡ് ഇൻ ടു പാർട്ണർഷിപ്പ് വിത്ത് വൺ അനദർ ആർ ഇൻഡിവിജ്വലി കോൾഡ് പാർട്ട്നേഴ്സ് ആൻഡ് കളക്റ്റീവ്ലി കോൾഡ് ഫേം. അങ്ങനെ ആരൊക്കെയാണോ ഒരു എഗ്രിമെന്റിലൂടെ ബിസിനസ് ചെയ്യാമെന്നും പ്രോഫിറ്റുകൾ ഷെയർ ചെയ്യാമെന്നും തീരുമാനിക്കുന്നത്, അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ പറയുന്നത് പാർട്ട്നേഴ്സ് എന്ന് പറയും. നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് എന്ന് പറയും. അപ്പോൾ ആ റിലേഷൻ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് എന്നുള്ളതാണ് അവരുടെ റിലേഷൻ എന്ന് പറയും. അപ്പോൾ അവരെ ഓരോരാളെയും പറയുന്നത് പാർട്ട്നേഴ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് കളക്റ്റീവ്ലി കോൾഡ് ഫേം. ആ ബിസിനസ്സിനെ തന്നെ പറയുന്നതാണ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ഫേം എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഇനി അടുത്തത്, ഫീച്ചേഴ്സ് ഓഫ് പാർട്ണർഷിപ്പ്. First, 2 or more persons. The minimum number of persons in a firm is 2. ഒരു പാർട്ണർഷിപ്പ് ഫേം രൂപീകരിക്കാൻ വേണ്ടി മിനിമം 2 ആൾ വേണം. Now, a partnership firm cannot have more than 50 partners. ഇപ്പോൾ at present പാർട്ണർഷിപ്പ് ഫേമിൽ പരമാവധി 50 ആൾക്കാരെ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. 50 പാർട്ട്നേഴ്സിനെ മാത്രമേ അലോ ചെയ്യുന്നുള്ളൂ. കമ്പനീസ് ആക്ട് 2013 പ്രകാരം, പുതിയ അമെൻമെന്റ് പ്രകാരം, ഇറ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ദി മാക്സിമം പാർട്ട്നേഴ്സ് ആസ് 100. 100 മാക്സിമം പാർട്ട്നേഴ്സ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം 50 മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 50 ആണ്. രണ്ടാമതാണ് എഗ്രിമെന്റ്. Partnership is the result of an agreement between 2 or more persons to do business and share its profit and losses. Partnership എന്ന് പറയുന്നത് തന്നെ it is a relationship which is created through an agreement. So agreement is essential. Agreement എന്ന് പറയുന്നത് essential ആണ്, നിർബന്ധമാണ്. അപ്പോൾ agreement എന്ന് പറയുന്നത് that agreement must be for doing a business. ആ agreement എന്ന് പറയുന്നത് ഒരു ബിസിനസ് ചെയ്യാനുള്ളതായിരിക്കണം. എന്നിട്ട് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ഷെയർ ചെയ്യുക, അതിനുള്ള എഗ്രിമെന്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിനെ മാത്രമേ പാർട്ണർഷിപ്പ് എന്ന് പറയാൻ വേണ്ടി പാടുള്ളൂ. തേർഡ് വൺ, ബിസിനസ്. ദി എഗ്രിമെന്റ് ഷുഡ് ബി ടു ക്യാരി ഓൺ സം ബിസിനസ്.
ബിസിനസ് ചെയ്യാനുള്ള അഗ്രിമെന്റിനെ മാത്രമേ നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കണക്കാക്കാൻ വേണ്ടി പാടുള്ളൂ. നെക്സ്റ്റ്, മ്യൂച്വൽ ഏജൻസി. ദി ബിസിനസ് ഓഫ് എ പാർട്ണർഷിപ്പ് കൺസേൺ മേ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ദി പാർട്ട്നേഴ്സ് ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ആ പാർട്ണർഷിപ്പിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒന്നുകിൽ എല്ലാ പാർട്ട്നേഴ്സും ചേർന്നിട്ട് ആ ബിസിനസ്സിനെ നടത്തിക്കൊണ്ടുപോകാം, അല്ല എങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിനും വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പാർട്ട്ണർ മാത്രം ആ ബിസിനസ്സിനെ നടത്തിക്കൊണ്ടുപോകാം. എല്ലാ പാർട്ട്നേഴ്സും എല്ലാ സമയത്തും ബിസിനസ്സിൽ ആക്റ്റീവായിട്ട് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒന്നുകിൽ എല്ലാവർക്കും ചേർന്നിട്ട് നടത്തിക്കൊണ്ടുപോകാം, അല്ല എങ്കിൽ ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സിന് മാത്രമായിട്ട് ആ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാം. അടുത്തത്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്. ദി അഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് മസ്റ്റ് ബി ടു ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് എ ബിസിനസ്. ഈ അഗ്രിമെന്റ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യാനും ആ ബിസിനസ്സിന് ഉണ്ടാകുന്ന ലാഭം ഷെയർ ചെയ്യാനുമാണ്. ലാഭം ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഉണ്ടാക്കുന്ന അഗ്രിമെന്റിനെയാണ് നമ്മൾ പറയുന്നത് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലാബിലിറ്റി ഓഫ് പാർട്ണർഷിപ്പ്. ദി ലാബിലിറ്റി ഓഫ് പേഴ്സൺസ് ഈസ് അൺലിമിറ്റഡ്. സാധാരണയായിട്ട് പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഹിസ് പ്രൈവറ്റ് അസറ്റ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പേയിങ് ഓഫ് ദി ഫേംസ് ഡെറ്റ്. അൺലിമിറ്റഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമിന് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫേമിന് വളരെ വലിയ കടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഫേമിന്റെ അസറ്റുകൾ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ പാർട്ട്നേഴ്സ് അവരവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റ് ആ കടം വീട്ടാൻ വേണ്ടി ബാധ്യസ്ഥരാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് പാർട്ണർഷിപ്പ് ഡീഡ്. നമ്മൾ നേരത്തെ പഠിച്ചു, പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് എൻ അഗ്രിമെന്റ്. അത് അഗ്രിമെന്റിലൂടെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദി സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഗ്രിമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. വാക്കാലുള്ള അഗ്രിമെന്റും ആകാം, അതുപോലെ തന്നെ എഴുതി തയ്യാറാക്കിയ അഗ്രിമെന്റും ആകാം. എഴുതി തയ്യാറാക്കി തന്നെ അഗ്രിമെന്റ് ഉണ്ടാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വാക്കാൽ പറഞ്ഞുകൊണ്ടും പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യും. പക്ഷെ വാക്കാൽ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ, പിന്നീട് വാക്കുകൾ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധാരണ റിട്ടൺ അഗ്രിമെന്റ് ആയിരിക്കും പ്രിഫറബിൾ. പക്ഷെ അത് അങ്ങനെ വേണമെന്ന് യാതൊരു നിർബന്ധവും. ഇപ്പൊ പാർട്ണർഷിപ്പ് ഡീഡ്, ദി റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് കണ്ടെയ്ൻസ് ദി ടേംസ് ഓഫ് അഗ്രിമെന്റ് ഈസ് കോൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ഓർ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. റിട്ടൺ അഗ്രിമെന്റിന് നമ്മൾ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. Agreement may be oral or written, and that written agreement is called partnership deed or articles of partnership. Partnership deed പറയുന്ന മറ്റൊരു പേരാണ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. നമ്മൾ അതുപോലെ ഒരു ടേം കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടാണ്, കമ്പനിയുടെ ബൈലോ ആണ്. ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് ആണ്, രണ്ട് തമ്മിൽ വ്യത്യാസമാണ്. Next, the clauses of partnership deed can be altered with the consent of all the partners. ഒരിക്കൽ എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ എഗ്രിമെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെയും കൺസെന്റോടുകൂടി, സമ്മതത്തോടുകൂടി മാത്രമേ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പാടുള്ളൂ. ഏതെങ്കിലും ഒന്നോ രണ്ടോ പാർട്ട്ണർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പാടില്ല. എല്ലാ പാർട്ട്നേഴ്സിന്റെയും സമ്മതത്തോടു കൂടി മാത്രമേ ഒരിക്കൽ എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് പിന്നെ മാറ്റാൻ വേണ്ടി പാടുള്ളൂ. Next, the deed should be properly drafted and prepared as per the provisions of the Stamp Act and preferably registered with the Registrar of Firms. ഈ അഗ്രിമെന്റ് എന്ന് പറയുന്നത് സ്റ്റാമ്പ് ആക്ട് പ്രകാരം ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് ഫേംസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അത് നിർബന്ധമല്ല, പക്ഷെ എന്നിരുന്നാൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ സ്ഥാപനത്തിന് പലതരത്തിലുള്ള ബെനിഫിറ്റുകൾ ലഭിക്കുകയുള്ളൂ. നെക്സ്റ്റ്, കണ്ടന്റ്സ് ഓഫ് ദി ഡീഡ്. എന്തൊക്കെയാണ് സാധാരണയായിട്ട് ഈ റിട്ടൺ അഗ്രിമെന്റ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പിൽ സാധാരണയായിട്ട് ഉണ്ടാവും? ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിൽ ചില കാര്യങ്ങളാണ് ഇവിടെ പറയാം. ഒന്ന്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഫേം ആൻഡ് ഇറ്റ്സ് മെയിൻ ബിസിനസ്. നമ്മുടെ ബിസിനസിന്റെ പേരെന്താണ്, അതിന്റെ അഡ്രസ് എന്താണ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അത്. രണ്ട്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിന്റെ പേരും അഡ്രസ്സും. മൂന്ന്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടു ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണറും എത്ര രൂപയാണ് ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഓരോ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ എത്രയാണ്. നാല്, റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റൂൾസ് എന്തൊക്കെയാണ്.
പിന്നെ വരുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ. ഏത് റേഷ്യോയിലാണോ അവർ ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ റേഷ്യോ കൂടി പാർട്ണർഷിപ്പ് അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ലോൺ, ഡ്രോയിങ്സ് എക്സെട്ര. പാർട്ട്നേഴ്സ് പലതരത്തിലുള്ള എമൗണ്ടുകളായിരിക്കാം ചിലപ്പോൾ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ പാർട്ട്നേഴ്സ് തന്നിരിക്കുന്ന ക്യാപിറ്റലിന്റെ മുകളിൽ ഒരു നിശ്ചിത ശതമാനം ഇൻട്രസ്റ്റ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? അതുപോലെ തന്നെ അവരുടെ ലോണ്, ക്യാപിറ്റൽ കൂടാതെ അവർ ചിലപ്പോൾ ലോണായിട്ട് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ടാകും ബിസിനസ്സിന്. അങ്ങനെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൂടാതെ എക്സ്ട്രാ പൈസ ലോണായിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് എത്ര ശതമാനം കൊടുക്കണം? പാർട്ട്നേഴ്സ് എത്ര എമൗണ്ട് ആണ് ഓരോ വർഷവും അല്ലെ ഓരോ മാസവും വിഡ്രോ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, കൊണ്ടുപോകാനുള്ള അവകാശമുള്ളത്? അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സ് എത്രയാണ്? പിന്നെ വരുന്നത് സാലറീസ്, കമ്മീഷൻ എക്സെട്ര ഇഫ് പേയബിൾ ടു എനി പാർട്ട്ണർ. ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ട്നേഴ്സിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും സാലറിയോ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ വിവരം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്യാം. പിന്നെ വരുന്നത് ദി റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണറുടെയും റൈറ്റ്സ്, അവകാശങ്ങൾ, ഡ്യൂട്ടീസ്, ലാബിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാം. പിന്നെ വരുന്നത് സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദി ഫേം. ഈ പാർട്ണർഷിപ്പ് ഫേം പിരിച്ചുവിടുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യേണ്ടത്? അക്കൗണ്ട് സെറ്റിൽമെന്റ് ഏത് രീതിയിലാണ് അറ്റ് ദി ടൈം ഓഫ് ഡിസൊല്യൂഷൻ, അതും ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കും. മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എമംഗ് ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തർക്കങ്ങൾ ഏത് രീതിയിലാണ് പരിഹരിക്കേണ്ടത്, അത് പാർട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്യാം. അടുത്തത് റൂൾസ് ഇൻ ദി കേസ് ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർഷിപ്പിൽ പുതുതായിട്ട് ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ആണ് ഫോളോ ചെയ്യേണ്ടത്? ഇപ്പോഴുള്ള പാർട്ണർഷിപ്പിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് മതിയാക്കി വെളിയിലേക്ക് പോകുമ്പോൾ അതിനാണ് പറയുന്നത് റിട്ടയർമെന്റ് എന്ന് പറയും. അങ്ങനെ ഒരു പാർട്ണർ ബിസിനസ് മതിയാക്കി വെളിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ഏതെങ്കിലും ഒരു പാർട്ണർ മരണപ്പെടുമ്പോൾ എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ഏതൊക്കെ രീതിയിലാണ് അക്കൗണ്ട്സ് തയ്യാറാക്കേണ്ടത്? അത്തരം കാര്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു. കൂടാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവും. അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് പ്രൊവിഷൻസ് ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഒരു റിട്ടേൺ എഗ്രിമെന്റ് ഇല്ല എങ്കിൽ, പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കാം? ഇപ്പോൾ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ആ എഗ്രിമെന്റിനനുസരിച്ച് തന്നെ ഡിസ്പ്യൂട്ടുകൾ പരിഹരിക്കണം. എന്തെങ്കിലും കാരണവശാൽ ഡീഡില്ല, റിട്ടേൺ എഗ്രിമെന്റ് ഇല്ല, ഓറൽ എഗ്രിമെന്റിന് തെളിവില്ല, അതുകൊണ്ട് തന്നെ റിട്ടേൺ എഗ്രിമെന്റ് ഇല്ല എങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ആ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പോൾ ആദ്യത്തെ വരുന്നത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലന്റ് അബൌട്ട് ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, the profit and losses of the firm are to be shared equally by partners, irrespective of their capital contribution in the firm. ചില പാർട്ട്നേഴ്സ് ഒരുപാട് എമൗണ്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും, ചിലർ വളരെ കുറച്ച് മാത്രമേ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ് എന്ന് ഡീഡിൽ പറയുന്നില്ല എങ്കിൽ ക്യാപിറ്റൽ എത്ര കൊടുത്തു എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ പാർട്ട്നേഴ്സിനും ഈക്വലായിട്ട് പ്രോഫിറ്റ് ഷെയർ ചെയ്തതാണ്. അതാണ് റൂള്. ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഗ്രിമെന്റിൽ പറയുന്നില്ല എങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നോ പാർട്ണർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ക്ലെയിം എനി ഇൻട്രസ്റ്റ് ഓൺ ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഹിം ഇൻ ദി ഫേം. ഫർദർ, ദി ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺലി ഔട്ട് ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ചില പാർട്ട്നേഴ്സ് ചിലപ്പോൾ പറയാം ഞാൻ ഒരുപാട് പൈസ ക്യാപിറ്റലായിട്ട് തന്നിട്ടുണ്ട്, ലാഭം ഈക്വലായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, എന്നാൽ ഞാൻ എത്രയാണോ എക്സ്ട്രാ തന്നിരിക്കുന്ന ക്യാപിറ്റൽ അതിൻ്റെ മുകളിൽ എനിക്ക് ഇൻട്രസ്റ്റ് വേണം, അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന ടോട്ടൽ ക്യാപിറ്റലിൻ്റെ മുകളിൽ എനിക്ക് ഇൻട്രസ്റ്റ് വേണം എന്ന് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ട് ഡീഡിലൊന്നും പറയുന്നില്ല എങ്കിൽ യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ആർക്കും കൊടുക്കേണ്ടതില്ല എന്നാണ് പാർട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്നത്. പിന്നെ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. No interest is to be charged on the drawings made by the partners if there is no mention in the deed.
പാർട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ യാതൊരു വിധത്തിലുള്ള ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ബിസിനസ്സിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന പൈസക്കാണ് പറയുന്നത് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പൈസയാണോ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തത് അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കണോ വേണ്ടിയോ എന്നുള്ളത്. പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ല എങ്കിൽ യാതൊരു ഇൻട്രസ്റ്റും അവരെടുത്തു കൊണ്ടുപോയ പൈസയ്ക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എഴുതാണ് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ്. ഇഫ് എനി പാർട്ട്ണർ ഹാസ് അഡ്വാൻസ്ഡ് സം മണി ലോൺ ടു ദി ഫേം he shall be entitled to get interest at the rate of 6% per annum. ഏതെങ്കിലും ഒരു പാർട്ണർ ക്യാപിറ്റൽ കൂടാതെ ലോണായിട്ട് ബിസിനസ്സിന് എക്സ്ട്രാ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ലോണായിട്ട് കൊടുത്തിരിക്കുന്ന പൈസ എത്രയാണോ അതിൻ്റെ മുകളിൽ 6% പലിശ ക്ലെയിം ചെയ്യാം. പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ല എങ്കിൽ 6% ഇൻട്രസ്റ്റ് കൊടുത്തോളണം എന്നാണ് ആക്ടിൽ പറയുന്നത്. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ഫോർ ഫേംസ് വർക്ക്. No partner is entitled to get salary or other remuneration for taking part in the conduct of the business of the firm. ഒരു ബിസിനസ്സിൽ നടത്തിക്കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ 1-2 പാർട്ണർ മാത്രമായിരിക്കും നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ നടത്തിക്കൊണ്ടുപോകുന്ന പാർട്ട്നേഴ്സ് ചിലപ്പോൾ എനിക്കതിന് പകരം സാലറി വേണം അല്ലെങ്കിൽ കമ്മീഷൻ വേണം എന്ന് ആവശ്യപ്പെടാം. പാർട്ണർഷിപ്പ് ഡീഡിലൊന്നും പറയുന്നില്ല എങ്കിൽ യാതൊരു വിധത്തിലുള്ള കമ്മീഷനോ അല്ലെങ്കിൽ സാലറിയോ കൊടുക്കേണ്ടതായിട്ടില്ല. നമുക്കിതിൻ്റെ ബ്രീഫായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസസ് ഓർ ലോൺ 6% per annum, remuneration for firm's work, no salary, commission or remuneration. നെക്സ്റ്റ് നമുക്ക് ഒരു ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. Mohan and Shyam are partners in a firm. State whether the claim is valid if the partnership agreement is silent in the following matters. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളിൽ പാർട്ണർഷിപ്പ് അഗ്രിമെന്റിൽ ഒന്നും പറയുന്നില്ല. അങ്ങനെ പാർട്ണർഷിപ്പ് അഗ്രിമെന്റിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ ഇനി വരുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് തീർപ്പാക്കാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് മോഹൻ ഈസ് എൻ ആക്റ്റീവ് പാർട്ണർ. മോഹൻ എന്ന് പറയുന്നത് സ്ഥാപനത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ണറാണ്. ഹി വാണ്ട്സ് എ സാലറി ഓഫ് 10,000 per year. മോഹൻ ആവശ്യപ്പെടുന്നത് എനിക്ക് 10,000 രൂപ ശമ്പളമായിട്ട് തരണം. എൻ്റെ ഹാർഡ് വർക്കിന് പകരമായിട്ട്, ബിസിനസ്സിൽ ഞാൻ വർക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് എനിക്ക് 10,000 rupees സാലറി തരണമെന്നാണ് മോഹൻ ആവശ്യപ്പെടുന്നത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യും പറയാൻ പറ്റും? നേരത്തെ റൂള് പഠിച്ചു. അങ്ങനെയായിരിക്കാം. യെസ്, നോ സാലറി വിൽ ബി അലൗഡ്. യാതൊരു വിധത്തിലുള്ള സാലറി കൊടുക്കാൻ വേണ്ടി പാടില്ല. എഗ്രിമെന്റിൽ പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്, അല്ല എങ്കിൽ നോ സാലറി വിൽ ബി ഗിവൺ ടു പാർട്ട്നേഴ്സ്. നെക്സ്റ്റ്, ശ്യാം ഹാഡ് അഡ്വാൻസ്ഡ് എ ലോൺ ടു ദി ഫേം. ഹി ക്ലെയിംസ് ഇൻട്രസ്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 10% per annum. ശ്യാം സ്ഥാപനത്തിന് ലോണായിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. ശ്യാം എന്ന് പറയുന്ന ഒരു പാർട്ട്ണറാണ്. ഹി ക്ലെയിംസ് ഇൻട്രസ്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 10% per annum. ശ്യാം പറയുന്നത് ആ ലോണിന് എനിക്ക് 10% പലിശ തരണമെന്ന്. എഗ്രിമെന്റിലൊന്നും പറയുന്നില്ല. എഗ്രിമെന്റിലൊന്നും പറയുന്നില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ കൊടുക്കണോ വേണ്ടിയോ? യെസ്, കൊടുക്കണം. എത്ര ശതമാനം കൊടുക്കണം? 6% ആണ് കൊടുക്കേണ്ടത്. 6% per annum for interest on partners loan. Next, Mohan has contributed 20,000 and Shyam 50,000 as capital. Mohan wants equal share in profit. മോഹൻ 20,000 രൂപയാണ് ക്യാപിറ്റലായിട്ട് കൊടുത്തത്. ശ്യാം 50,000 രൂപ ക്യാപിറ്റലായിട്ട് കൊടുത്തു. മോഹൻ പറയുന്നത് ഈക്വൽ ആയിട്ട് വേണം പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ. അപ്പോൾ ആ ഡിസ്പ്യൂട്ട് എങ്ങനെ സെറ്റിൽ ചെയ്യാം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ എങ്ങനെ ഷെയർ ചെയ്യും? എങ്ങനെയായിരിക്കാം? യെസ്, പ്രോഫിറ്റ് മസ്റ്റ് ബി ഷെയർഡ് ഈക്വൽ. പ്രോഫിറ്റ് വിൽ ബി ഷെയർഡ് ഈക്വൽ. നെക്സ്റ്റ് വരുന്നത് Shyam wants interest on capital to be credited at the rate of 6% per annum. ശ്യാം പറയുന്നത് എനിക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് 6% പലിശ വേണം എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഗ്രിമെന്റിൽ പറയുന്നില്ല എങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ ബി അലൗഡ് ടു പാർട്ട്നേഴ്സ്. അടുത്തത്, സ്റ്റേറ്റ് വെദർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്.
ശരിയാണോ തെറ്റാണോ എന്ന് പറയും. വാലിഡ് പാർട്ണർഷിപ്പ് ക്യാൻ ബി ഫോർമുലേറ്റഡ് ഈവൺ വിത്തൗട്ട് ആൻ അഗ്രിമെന്റ് റിട്ടൺ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ്. ഒരു എഴുതി തയ്യാറാക്കിയ അഗ്രിമെന്റ് ഇല്ലാതെയും നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ഫോം ചെയ്യാം എന്നാണ് പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ? യെസ്, ദാറ്റ് ഈസ് ട്രൂ. കാരണം നമ്മൾ പഠിച്ചു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. സെക്കൻഡ് വൺ, ഈച്ച് പാർട്ട്ണർ ക്യാരിങ് ഓൺ ദി ബിസിനസ് ഈസ് ദി പ്രിൻസിപ്പൽ ആസ് വെൽ ആസ് ദി ഏജന്റ് ഫോർ ഓൾ ദി അതർ പാർട്ട്നേഴ്സ്. നേരത്തെ പറഞ്ഞു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എല്ലാ പാർട്ട്നേഴ്സും ചേർന്നിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാർട്ട്നേഴ്സ് മാത്രം ചേർന്നിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാം. ഒരു പാർട്ട്ണർ ചെയ്യുന്ന തെറ്റിനും എല്ലാ പാർട്ട്നേഴ്സും ഉത്തരവാദിയായിരിക്കും. ആ പാർട്ട്ണർ മാത്രമല്ല, എല്ലാവർക്കും കളക്റ്റീവായിട്ടുള്ള ഉത്തരവാദിത്തമായിരിക്കും. അപ്പോൾ അത് ട്രൂ ആണ്. ഇനി അടുത്തത്, മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ക്യാൻ ബി 50. ട്രൂ ഓർ ഫാൾസ്? യെസ്, ദാറ്റ് ഈസ് ട്രൂ. ഇപ്പോഴ് മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് 50 ആണ്. അത് 100 വരെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റിന് അധികാരമുണ്ട്. പക്ഷെ ഇപ്പോഴും സെൻട്രൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 50 ആണ്. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് എമംഗ് ദി പാർട്ട്നേഴ്സ് കനോട്ട് ബി പാർട്ട് ഓഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ്. ഏത് രീതിയിൽ ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാം എന്നുള്ളത് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ശരിയോ തെറ്റോ? യെസ്, അത് ഫാൾസ് ആണ്. ഇറ്റ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ഡീഡ്. ഏത് രീതിയിലാണ് ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യേണ്ടതെന്ന് ഡീഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ്, ഇഫ് ദി ഡീഡ് ഈസ് സൈലന്റ്, ഇൻട്രസ്റ്റ് അറ്റ് ദി റേറ്റ് ഓഫ് 6% per annum വുഡ് ബി ചാർജ്ഡ് ഓൺ ദി ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദി പാർട്ട്നേഴ്സ്. ഡീഡിലൊന്നും പറയുന്നില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 6% ചാർജ് ചെയ്യാം, പാർട്ട്നേഴ്സിൽ നിന്ന് വാങ്ങിക്കാം എന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? ദാറ്റ് ഈസ് ഫാൾസ്. No interest on drawings will be charged from partners. Next, last one. Interest on partners loan is to be given at the rate of 12% per annum if the deed is silent about the same. Interest on partners loan എന്ന് പറയുന്നത് 12% ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത്. എഗ്രിമെന്റ് ഇല്ല. അത് ശരിയാണോ തെറ്റാണോ? തീർച്ചയായിട്ടും അത് ഫാൾസ് ആണ്. എത്രയായിരിക്കാം ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ? എഗ്രിമെന്റ് ഇല്ല എങ്കിൽ 6% ആണ് പാർട്ട്നേഴ്സിന്റെ ലോണിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.